ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു യൂണിറ്റ് ആണ് വ്യക്തിത്വം എന്ന് പറയുന്നത്, പേഴ്സണാലിറ്റി അഥവാ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഈ പേഴ്സണാലിറ്റി എന്നുള്ളത് ഇന്നത്തെ ദിവസം കൊണ്ട്, അതായത് ഈ വീഡിയോ കാണുന്ന ദിവസം കൊണ്ട് പഠിച്ചു തീർക്കണം. നമ്മുടെ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വ്യക്തിത്വം, വ്യക്തിത്വ നിർവചനങ്ങൾ, വ്യക്തിത്വ സമീപനങ്ങളിൽ ഇന സമീപനം, വ്യക്തിത്വ സവിശേഷത സമീപനം, ഇങ്ങനെ സമീപനങ്ങൾ, വ്യക്തിത്വ മാപനം എന്നിങ്ങനെ പറയുന്നതാണ് വ്യക്തിത്വം. ചെറിയ എന്നാൽ വലിയ യൂണിറ്റ് ആണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കടക്കാം. വ്യക്തിത്വം എന്നാൽ എന്ത്? പെർസോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന പദം രൂപം കൊണ്ടത്. പെർസോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന പദം രൂപം കൊണ്ടത്. പെർസോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുഖം മൂടി എന്നാണ്. പെർസോണ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുഖം മൂടി എന്നാണ്. ഓക്കെ, ഇനി എന്താണ് വ്യക്തിത്വം എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം. എൻ്റെ സവിശേഷത എന്താണ്? എൻ്റെ പെരുമാറ്റമാണ്, അല്ലെ? ഒരു വ്യക്തിയുടെ സവിശേഷമായത് എന്താണ്? അയാളുടെ ചിന്തയും അയാളുടെ വ്യവഹാരവുമാണ്. ഒരു വ്യക്തിയുടെ സവിശേഷത എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ അനു എന്ന കുട്ടിയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്, അല്ലെ അനുവിനെ എന്നിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അവളുടെ വ്യവഹാരങ്ങളും അവളുടെ ചിന്തയുമാണ്. ഒരു വ്യക്തിയുടെ സവിശേഷമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന കായിക മാനസിക വ്യവസ്ഥ. അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? കായിക മാനസിക വ്യവസ്ഥയുടെ ചലനാത്മകമായ ആന്തരിക ഘടനയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിത്വം എന്നാൽ എന്ത് എന്നുള്ളതിന് GW ആൽപോർട്ട് നൽകിയിരിക്കുന്ന നിർവചനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണാത്മകമായ മാറ്റമാണ്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണാത്മകമായ മാറ്റമാണ് അയാളുടെ വ്യക്തിത്വം എന്ന് അഭിപ്രായപ്പെട്ടത് RS വുഡ്വർത്ത് ആണ്. ഓക്കെ, RS വുഡ്വർത്ത് പറഞ്ഞു, ഒരു വ്യക്തിയുടെ വ്യവഹാരത്തിന്റെ അല്ലെങ്കിൽ പെരുമാറ്റത്തിന്റെ മൊത്തം ഗുണപരമായ മാറ്റത്തിനെയാണ് വ്യക്തിത്വം എന്ന് പറയുന്നതെന്ന് RS വുഡ്വർത്ത് പറയുകയാണ്. അപ്പൊ ഈ വ്യക്തിത്വത്തിന്റെ നിർവചനത്തെ, അതായത് GW ആൽപോർട്ട് നൽകിയിരിക്കുന്ന ഈ നിർവചനത്തിനെ ആൽപോർട്ട് എന്ത് ചെയ്തു? വ്യക്തിത്വത്തിന്റെ സവിശേഷതകളായി വേർതിരിക്കുമ്പോൾ വ്യക്തിത്വത്തിന് തനിമയുണ്ട്, വ്യക്തിത്വം എന്നാൽ സംഘടിതമായ ഒരു വ്യവസ്ഥയാണ്, വ്യക്തിത്വം പരിസ്ഥിതിയോടുള്ള സമായോജനമാണ്, ശാരീരികവും മാനസികവും വൈകാരികവുമായ അവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് വ്യക്തിത്വം. അപ്പൊ വ്യക്തിത്വത്തിന് തനിമയുണ്ട്, വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ സംഘടിതമായ ഒരു വ്യവസ്ഥയാണെന്ന് പറയാം, വ്യക്തിത്വം പരിസ്ഥിതിയോടുള്ള സമായോജനം, അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയാം, നമ്മുടെ കായികവും മാനസികവും വൈകാരികവും ശാരീരികവുമായ സവിശേഷതകൾ, വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതാണ് വ്യക്തിത്വം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ വ്യക്തിത്വം എന്നാൽ എന്ത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇനി വ്യക്തിത്വ പഠന സമീപനങ്ങൾ എന്തെല്ലാമാണ്? വ്യക്തിത്വ പഠന സമീപനങ്ങൾ നമുക്കറിയാം. വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ ഇനസമീപനം, വ്യക്തിത്വ സവിശേഷതാ സമീപനം, മാനവിക സമീപനം, മനോവിശ്ലേഷണ സമീപനം, ഇങ്ങനെ 4 സമീപനങ്ങളാണ് ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ ഇനസമീപനത്തെ എന്ന് പറയുന്നത് മനുഷ്യ വ്യക്തിത്വത്തെ ചില ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതായത് ശാരീരിക സവിശേഷതകളുടെയും കായിക ഘടനയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ തരംതിരിച്ചവരാണ് ഇനസമീപനത്തിന്റെ വക്താക്കൾ എന്നറിയപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ അയാളുടെ ഈ ഇനങ്ങളുടെ, അതായത് കായിക സവിശേഷതകൾ, വ്യവഹാരിക സവിശേഷതകൾ, ശാരീരിക സവിശേഷതകൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചവരാണ് ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ. ഇവർ 3 പേരുമാണ് ഇനസമീപനത്തിന്റെ വക്താക്കൾ എന്ന് പറയാം. വ്യക്തിത്വത്തെ ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്ന സമീപനമാണ് ഇനസമീപനം എന്ന് പറയുന്നത്. ഇനസമീപനത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് ഹിപ്പോക്രേറ്റ്സ്, ഡോക്ടർ വില്യം ഷെൽഡൻ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ എന്നിവരാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ ഹിപ്പോക്രേറ്റ്സ്, അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായിരുന്ന ഹിപ്പോക്രേറ്റ്സ് ആണ് രക്തരസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തെ തരംതിരിച്ചിരിക്കുന്നത്. രക്തരസങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യ ശരീരത്തെ തരംതിരിച്ചിരിക്കുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്.
രക്തം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം എന്നിങ്ങനെ 4ആയിട്ടാണ് ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ തരംതിരിച്ചിരിക്കുന്നത്, അല്ലെ വ്യക്തിത്വത്തെ നിർണയിച്ചിരിക്കുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ പോയിന്റ് കുറിച്ച് വയ്ക്കണം, ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ തരംതിരിച്ചിരിക്കുന്നത് ഹിപ്പോക്രേറ്റ്സ് ആണ്. എങ്ങനെയാണ്? രക്തം, മഞ്ഞ പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. അതിന്റെ പ്രത്യേകതകൾ ഒന്ന് നോക്കി പഠിക്കണം. പക്ക അതിന്റെ പ്രത്യേകതകൾ, കാരണം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതേണ്ട ഒരു മേഖലയാണ്. ഇപ്പം രക്തം എന്ന് പറയുന്നത് ചോരത്തിളപ്പുള്ളവരാണ്, മഞ്ഞപ്പിത്തരസം പിത്തക്കൂറുള്ളവരാണ്, ശ്ലേഷ്മം അലസ സ്വഭാവമുള്ളവരാണ്, കറുത്ത പിത്തരസം എന്ന് പറയുന്നത് വിഷാദാത്മകരാണ്. ഇവരുടെ ശാരീരിക സവിശേഷതകൾ എന്താണ് എന്നുള്ളത് കൂടി പഠിക്കണം. ഇനി ഏണസ്റ്റ് ക്രഷ്മർ, ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ ആണ്. കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ അത്ലറ്റിക്, അസ്തനിക്ക്, പിക്നിക്ക്, അത്ലറ്റിക്, അസ്തനിക്ക്, പിക്നിക്ക്, അത്ലറ്റിക്, കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് ഏണസ്റ്റ് ക്രഷ്മർ ആണ്. അസ്തനിക്ക്, പിക്നിക്ക്, അത്ലറ്റിക് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ അസ്തനിക്ക് എന്ന് പറയുന്നത് കൃഷഗാത്രൻ അഥവാ അസ്തനിക്ക് ഉയരം കൂടിയ വ്യക്തിയാണ്. ഉയരം കൂടി മെലിഞ്ഞ് ദുർബലമായ ശരീരത്തോട് കൂടിയവനാണ് കൃഷഗാത്രൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പിക്നിക്ക്, ഗോളഗാത്രൻ എന്ന് പറയുന്നു. പൊക്കം കുറഞ്ഞ് തടിച്ച ശരീരത്തോട് കൂടിയതാണ് ഗോളഗാത്രൻ അഥവാ പിക്നിക്ക് എന്ന് പറയുന്നത്. അടുത്ത ദൃഢഗാത്രൻ എന്താണ്? അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ ദൃഢമായ പേശികളോട് കൂടിയവനാണ് അത്ലറ്റിക് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഏണസ്റ്റ് ക്രഷ്മർ ആണ്. അസ്തനിക്ക്, പിക്നിക്ക്, അത്ലറ്റിക്. അസ്തനിക്ക് എന്നാൽ നേർത്ത് പൊക്കം കൂടിയവൻ, പിക്നിക്ക് എന്നാലോ പൊക്കം കുറഞ്ഞ് തടിച്ച ശരീരം, അത്ലറ്റിക് എന്നാലോ ദൃഢമായ പേശികളുള്ളവൻ എന്ന് പറയാം. ഇനി അദ്ദേഹം ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ വില്യം ഷെൽഡൻ ആണ് വ്യക്തിത്വത്തെ തരംതിരിച്ചിരിക്കുന്നത്. ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെയാണ്? എൻഡോമോർഫിക്, മിസോമോർഫിക്, എക്ടോമോർഫിക്. എൻഡോമോർഫിക്, മിസോമോർഫിക്, എക്ടോമോർഫിക്. എൻഡോമോർഫിക് എന്ന് വെച്ചാൽ ഉരുണ്ട് തടിച്ച മൃദുവായ ശരീരമുള്ളതാണ് എൻഡോമോർഫിക്. മിസോമോർഫിക് എന്നാൽ ദൃഢമായ പേശി ഉള്ളവനാണ്. എക്ടോമോർഫിക് എന്നാൽ പൊക്കം കൂടി നേർത്ത ശരീരമുള്ളതാണ് എക്ടോമോർഫിക്. അപ്പൊ എന്തു പഠിച്ചു? ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനസമീപനത്തിൽ മനുഷ്യ ശരീരത്തെ ശരീരദ്രവങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചത് ഹിപ്പോക്രേറ്റ്സ്. കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ ഏണസ്റ്റ് ക്രഷ്മർ. ഇനി ശരീരഘടനയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്ന ഡോക്ടർ വില്യം ഷെൽഡൻ എന്നിവരാണ്. പഠിച്ചു വയ്ക്കണം. ഹിപ്പോക്രേറ്റ്സിന്റെ വർഗീകരണം എന്ന് പറയുന്നത് രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. ഓക്കെ, ഇനി ഏണസ്റ്റ് ക്രഷ്മറുടെ കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ ക്രഷ്മർ എന്തിനടിസ്ഥാനത്തിലാണ്? കായിക ഘടനയുടെ അടിസ്ഥാനത്തിൽ അസ്തനിക്ക്, പിക്നിക്ക്, അത്ലറ്റിക്. ഇനി വില്യം ഷെൽഡൻ ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിൽ എൻഡോമോർഫിക്, മിസോമോർഫിക്, എക്ടോമോർഫിക് എന്നിങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്. സെറ്റല്ലേ കുഞ്ഞുങ്ങളെ? അതൊന്ന് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത രണ്ടാമത്തെ സമീപനങ്ങളിൽ, വ്യക്തിത്വ പഠന സമീപനങ്ങളിൽ രണ്ടാമത്തേതാണ് വ്യക്തിത്വ സവിശേഷക സമീപനം എന്ന് പറയുന്നത്. വ്യക്തിത്വ സവിശേഷക സമീപനം, ട്രെയ്റ്റ് അപ്രോച്ച്. ആദ്യം നമ്മൾ കണ്ടത് ടൈപ്പ് അപ്രോച്ച് ആയിരുന്നു. സെക്കൻഡ് വൺ ഈസ് ട്രെയ്റ്റ് അപ്രോച്ച്, വ്യക്തിത്വ സവിശേഷത സമീപനം. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൽപോർട്ടാണ്. വ്യക്തിത്വ സവിശേഷക മനഃശാസ്ത്രജ്ഞർ. വ്യക്തിത്വ സവിശേഷകം എന്ന് വെച്ചാൽ എന്താണ്? പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണമാണ് എന്തെന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ആന്തരികമായ സവിശേഷ ഗുണം എന്ന് പറയുന്നത്. അതിനെയാണ് വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത്. ഒരു പരിസ്ഥിതിയോട് വ്യക്തി പ്രകടിപ്പിക്കുന്ന തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പ്രതികരണം. സ്ഥിരതയുള്ളതും തനിമയുള്ളതും താരതമ്യേന സ്ഥിരവുമായ പെരുമാറ്റത്തിനെയാണ് വ്യക്തിത്വ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ വ്യക്തിത്വ സവിശേഷതാ സമീപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനഃശാസ്ത്രജ്ഞർ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആൽപോർട്ട്, RB കാറ്റൽ, HJ ഐസങ്ക് എന്നിവരാണ്. ആൽപോർട്ട്, RB കാറ്റൽ, HJ ഐസങ്ക് എന്നിവരാണ്. അതിൽ ആൽപോർട്ടിന്റെ സിദ്ധാന്തം അറിയപ്പെടുന്ന പേര്
വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നാണ്. തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ അഥവാ വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത്. ജനീതികമായി ലഭിക്കുന്നതും സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുകയോ രൂപമാറ്റം സംഭവിക്കുന്നതോ ആയ സവിശേഷതകൾ ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഘടനയും സ്വഭാവവും നിർണയിക്കുന്നത് എന്നാണ് ആൾപോർട്ട് അഭിപ്രായപ്പെടുന്നത്. അപ്പൊ വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിൽ അദ്ദേഹം പറയുന്നു, ജനിതകമായി നമുക്ക് ജനറ്റിക് ആയിട്ട് നമുക്ക് ലഭിക്കും, ജനിതകമായി ജന്മനാൽ ലഭിക്കും, സാമൂഹികവും സാംസ്കാരികവുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കുക അല്ലെ രൂപമാറ്റം മോഡിഫിക്കേഷൻ വരുന്നതോ ആയ വ്യക്തിത്വത്തിന്റെ ഘടനയും സ്വഭാവവും നിർണയിക്കുന്നത്. ഇതെല്ലാം ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഘടനയും സ്വഭാവവും നിർണയിക്കുന്നത് എന്നഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആൾപോർട്ട്. ആൾപോർട്ട് വ്യക്തിത്വ സവിശേഷതാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ്. സവിശേഷക സമീപനം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ആൾപോർട്ട്. വ്യക്തിത്വ സവിശേഷതാ സമീപനം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരെന്ന് ചോദിച്ചാൽ ആൾപോർട്ടാണെന്ന് പറയാം. വ്യക്തിത്വ സവിശേഷതകളെ അദ്ദേഹം 3ആയി തരംതിരിക്കുകയാണ്. മുഖ്യ സവിശേഷത, മധ്യമ സവിശേഷത, രണ്ടാം നിര സവിശേഷത. മുഖ്യ സവിശേഷത എന്നാൽ കാർഡിനൽ ട്രേറ്റ്സ്, മധ്യമ സവിശേഷത എന്നാൽ സെൻട്രൽ ട്രേറ്റ്സ്, രണ്ടാം നിര സവിശേഷത എന്നാൽ സെക്കൻഡറി ട്രേറ്റ്സ്. ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നമ്മൾ വിശദീകരിക്കുന്നതും നമുക്ക് പറയാം ഇന്നസെന്റ്, ഫലിതപ്രിയനാണല്ലോ എന്ന് പറയാം. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ വ്യവഹാരത്തിൽ നിന്നും ഐഡന്റിഫൈ ചെയ്തെടുക്കാവുന്ന സവിശേഷതകളെയാണ് മുഖ്യ സവിശേഷതകൾ അഥവാ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ പെരുമാറ്റങ്ങളിൽ നിന്നും നിർണയിക്കാൻ സാധിക്കുന്ന സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? മുഖ്യ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സവിശേഷതയുടെ മാനദണ്ഡത്തിലാണ്. ഇനി മധ്യമ സവിശേഷത, ഒരു വ്യക്തിയെ സാമാന്യമായിട്ട് നമ്മൾ അയാൾ സത്യസന്ധനാണ് കേട്ടോ, എന്നാൽ ഇന്നസെന്റിന് നമ്മൾ പറയുമ്പോൾ ഫലിതപ്രിയനാണ്, ഗാന്ധിജി അഹിംസാവാദിയാണ് അല്ലെ, ശ്രീബുദ്ധനിലെ നന്മ, ഇതൊക്കെ നമ്മൾ എടുത്തു പറയാറുണ്ട്. അഹിംസ, അക്രമരാഹിത്യം അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യം, ഹിറ്റ്ലർ സ്വേച്ഛാധിപത്യം നമ്മൾ പറയാറുണ്ട്. ഫലിതബോധം ഇന്നസെന്റ്, അക്രമരാഹിത്യം ഗാന്ധിജി, അഹിംസ ഗാന്ധിജി, ദയ ഒക്കെ നമ്മൾ എടുത്തു പറയുന്നതാണ്. എന്നാൽ ഒരു വ്യക്തിയെ നമ്മൾ സാമാന്യമായി വിവരിക്കും, അയാൾ പാവം പിടിച്ച മനുഷ്യനാണ്, ദയാലുവാണ്, ഓക്കെ, സത്യസന്ധനാണ് എന്നൊക്കെ പറയും, വിധേയത്വമുള്ളവനാണ് കേട്ടോ, കൊള്ളാം, വിശ്വസിക്കാൻ പറ്റുന്നവനാണ് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, ഒരു സാമാന്യമായി വിവരിക്കാൻ. എന്നാൽ അയാൾ ഇന്നതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനല്ല, കൊള്ളാം, കുഴപ്പമില്ല, അയാൾ ഇനി ഒരു സത്യസന്ധനാണ് കേട്ടോ എന്നൊക്കെ പറയാൻ വേണ്ടി വിവരിക്കുന്നതാണ് ഈ മധ്യമ സവിശേഷതകൾ അഥവാ സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് മുഖ്യ സവിശേഷതകളെ പോലെ എടുത്തു പറയത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവത്തിൽ കാണത്തില്ല, പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സ്വഭാവത്തിൽ കാണാൻ സാധിക്കുന്നതുമാണ്. ദ്വിതീയ സവിശേഷത എന്ന് വെച്ചാൽ സവിശേഷക സാഹചര്യങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു മേഖല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നമ്മൾ പ്രകടിപ്പിക്കുന്ന നമ്മുടെ സ്വഭാവ രീതികളുണ്ടല്ലോ, അതാണ്. അതായത് നേരിയ തോതിൽ മാത്രമേ നമ്മുടെ വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, നേരിയ തോതിൽ മാത്രമേ നമ്മുടെ വ്യവഹാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ള സവിശേഷതയാണ് ദ്വിതീയ സവിശേഷത എന്ന് പറയാനായിട്ട് സാധിക്കും. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് ആൾപോർട്ടാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ പഠിച്ചു വെക്കുക. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം ആരുടേതാണ്? ആൾപോർട്ടിൻ്റെതാണ്. ജന്മനാൽ ജനിതകപരമായി നമുക്ക് ലഭിക്കുന്നതും സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കൊത്ത് രൂപമാറ്റം രൂപപ്പെടുന്നതോ ആയ സവിശേഷതകൾ ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം നിർണയിക്കുന്നത്, അല്ലെ അയാളുടെ പെരുമാറ്റ രീതികൾ അല്ലെങ്കിൽ അയാളുടെ വ്യവഹാരങ്ങൾ നിർണയിക്കുന്നത് എന്ന് പറയുന്നതാണ് വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തം. വൈയക്തിക ചിത്തവൃത്തി സിദ്ധാന്തത്തിന്റെ വക്താവ് എന്ന് പറയുന്നത് ആൾപോർട്ടാണ്. ഏറ്റവും ആദ്യമായി ഒരു സവിശേഷക സമീപനം മുന്നോട്ട് വെച്ചതും ആൾപോർട്ടാണ്. സവിശേഷക മനഃശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതും ആൾപോർട്ടാണ്. ആൾപോർട്ടിന്റെ അഭിപ്രായത്തിൽ 3 പ്രധാന സവിശേഷതകളാണുള്ളത്. മുഖ്യ സവിശേഷത, മധ്യമ സവിശേഷത, രണ്ടാം നിര സവിശേഷത എന്ന് പറയുന്നു. ഓക്കെ, ഇനി ആൾപോർട്ടിൻ്റെതാണ് മച്വേർഡ് പേഴ്സണാലിറ്റി, പരിപക്വതാ വ്യക്തിത്വം. പരിപക്വതാ വ്യക്തിത്വത്തിന്റെ ലക്ഷണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നതാണ് വിപുലീകൃതമായ അഹം,
വിപുലീകൃതമായ അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, ആത്മധാരണ, ഏകാന്തമായ ജീവിത ദർശനം, യാഥാർത്ഥ്യബോധം. ഓക്കെ, അപ്പൊ എന്താണ് പരിപക്വത വ്യക്തിത്വം എന്ന കോൺസെപ്റ്റ് ആൽപോർട്ടിൻ്റെതാണ്. താഴെ പറയുന്നവയിൽ ആൽപോർട്ടിന്റെ പരിപക്വത വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സവിശേഷത ഏത്, അല്ലാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് പരിപക്വത വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വിപുലീകൃതമായ ഘടകങ്ങൾ, വിപുലീകൃതമായ അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മകമായ ജീവിത ദർശനം, യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ് എന്നിവയാണ് പരിപക്വത വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ എന്ന് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം, ദ തിയറി ഓഫ് സർഫേസ് ആൻഡ് സോഴ്സ് ട്രേറ്റ്. പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം, RB കാറ്റലിന്റെ പ്രബല പ്രഭവ സവിശേഷതാ സിദ്ധാന്തമാണ് നമ്മൾ കാണിക്കുന്നത്. പ്രതല പ്രഭവ സവിശേഷതാ സിദ്ധാന്തം എന്താണ്? വിവിധ സന്ദർഭങ്ങളിലുള്ള വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നിന്ന്, വിവിധ സന്ദർഭങ്ങളിലുള്ള വ്യക്തിയുടെ വ്യവഹാരത്തിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന രൂപഘടനയാണ് വ്യക്തിത്വം എന്നാണ് കാറ്റൽ വ്യക്തിത്വം, RB കാറ്റൽ വിവിധ സന്ദർഭങ്ങളിൽ ഒരു വ്യക്തിയുടെ വ്യവഹാരം എങ്ങനെയാണോ അതിൽ നിന്ന് അയാളുടെ വ്യക്തിത്വത്തിനെ അനുമാനിച്ചെടുക്കാം എന്നാണ് RB കാറ്റൽ അഭിപ്രായപ്പെടുന്നത്. അദ്ദേഹം 4 ആയിട്ടാണ് തരംതിരിക്കുന്നത്: സാമാന്യ സവിശേഷത, തനിമ സവിശേഷത, പ്രതല സവിശേഷത, പ്രഭവ സവിശേഷത. 4 ആയിട്ടാണ് കാറ്റൽ എന്ത് ചെയ്യുന്നത്? വ്യക്തിത്വത്തെ 4 ആയിട്ടാണ് അദ്ദേഹം തരംതിരിച്ചിരിക്കുന്നത്. വ്യക്തിത്വ സവിശേഷതയെ RB കാറ്റൽ 4 ആയി തരംതിരിച്ചിരിക്കുന്നു. സാമാന്യ സവിശേഷത കോമൺ ട്രേറ്റ്, തനിമ സവിശേഷത യുണീക് ട്രേറ്റ്, പ്രതല സവിശേഷത സോഴ്സ് ട്രേറ്റ്, പ്രതല സവിശേഷത സർഫേസ് ട്രേറ്റ് ആൻഡ് പ്രഭവ സവിശേഷത സോഴ്സ് ട്രേറ്റ് എന്ന് പറയുന്നു. സാമാന്യ സവിശേഷത എന്നാൽ ജനങ്ങളിലാകപ്പാടെ സഹകരണം, അല്ലെ? ഓണം വന്നാൽ നമ്മൾ അപ്പുറത്തെ വീട്ടുകാർക്ക് കൊണ്ട് പായസം കൊടുക്കും. ഇത് വന്നാൽ അവിടുത്തെ വീട്ടുകാർ നമ്മളെ വിളിച്ച് എന്തു തരും? നമുക്ക് ബിരിയാണി തരും. ക്രിസ്മസ് വന്നാൽ അപ്പുറത്തെ വീട്ടുകാർ അപ്പവും ചിക്കൻ കറിയും തരും. ഇതൊരു സഹകരണമാണ്, അല്ലെ? അതായത് മതത്തിനും അപ്പുറമുള്ള ജനങ്ങളുടെ ഒരു സഹകരണം, നാടിന്റെ സഹകരണമാണ്, അല്ലെ? അപ്പം ഒരു സാമാന്യമായി ജനതയിൽ ഒന്നാകെ കാണപ്പെടുന്ന ഒരു സവിശേഷതയാണ് സഹകരണം. അതുപോലെ തന്നെ അടിയുണ്ടാക്കും, കലഹപ്രിയത്വം, സത്യസന്ധത ഒക്കെ ജനങ്ങളിൽ സാമാന്യമായി കാണപ്പെടുന്ന സവിശേഷതയാണ് സാമാന്യ സവിശേഷത എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് തനിമ സവിശേഷത എന്ന് പറയുന്നു. ഒരു വ്യക്തിയുടെ തനിമയെ കാണിക്കുന്ന സവിശേഷതയാണ് യുണീക് ട്രേറ്റ് എന്ന് പറയുന്നത്. അതായത് വൈകാരിക, അവൾ എന്ത് പറഞ്ഞാലോ പെൺകുച്ചി ഭയങ്കര കരച്ചിലാണ്, ആ കരയുന്ന പെൺകുട്ടിയില്ലേ, തനിമ സവിശേഷത. ആ വ്യക്തിയിൽ മാത്രമുള്ള തനിമ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്ന തനിമ സവിശേഷത. പ്രതല സവിശേഷത എന്ന് വെച്ചാൽ നമ്മുടെ ബാഹ്യ പ്രകടനം കൊണ്ട്, ഇപ്പം എൻ്റെ സ്വഭാവം കണ്ടുകൊണ്ട് ടീച്ചറിന്റെ സ്വഭാവം ഇങ്ങനെയാണല്ലേ, എല്ലാവരുമായിട്ട് മിംഗ്ലിങ് ആകൂലേ, അല്ലെങ്കിൽ ടീച്ചർ ഭയങ്കര വിഡ്രോവൽ ആണല്ലേ എന്നിങ്ങനെ മനസ്സിലാക്കാം. നമ്മുടെ തനിമ, നമ്മുടെ ബാഹ്യ പ്രകടനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് തനിമ സവിശേഷത എന്ന് പറയുന്നത്. പ്രതല സവിശേഷത എന്ന് പറയുന്നത്. പ്രഭവം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വ്യവഹാരത്തിന്റെ സ്വഭാവം നിർണയിക്കുന്ന അടിസ്ഥാന വ്യവസ്ഥകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രഭാവം ഉണ്ടാവാം. അതായത് ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനൊരു ഒരാളുടെ ഒരു സബോർഡിനേറ്റ് ആണ്. അപ്പൊ എൻ്റെ മനസ്സിൽ എപ്പോഴും എന്താണ്, ഞാനൊരു സബോർഡിനേറ്റ് എംപ്ലോയി ആണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയിക്കണം. ഇനി ഞാനൊരു സ്ഥാപനത്തിന് ഹെഡാണ്, അപ്പൊ ഞാനാണ് ഇവിടുത്തെ എല്ലാം, ഞാനാണ് സ്വേച്ഛാധിപതി എന്ന്, അത് അതീശത്വ ബോധം, അല്ലെ? ഞാനാണ് ഏറ്റവും ഉയർന്ന വ്യക്തി എന്നുള്ള ബോധം. ഇത് രണ്ടും എന്താണ് ഒരു വ്യക്തിയിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ആ വ്യവഹാരത്തെ നിർണയിക്കുന്ന സോഴ്സ് ഉണ്ടല്ലോ, അതിനെയാണ്, ആ പ്രഭവത്തെയാണ്, നമ്മുടെ വ്യവഹാരത്തെ നിർണയിക്കുന്ന ആ പ്രഭവമായിരിക്കാം ആ പ്രഭവ സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് RB കാറ്റലിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ, അനുമാനിച്ചെടുക്കാവുന്നതാണ് അയാളുടെ വ്യക്തിത്വം എന്നാണ് RB കാറ്റൽ പറയുന്നത്. തനിമ, സാമാന്യ സവിശേഷത, തനിമ സവിശേഷത, പ്രഭവ സവിശേഷത, പ്രതല സവിശേഷത എന്നിവയാണുള്ളത്. പ്രതലം എന്നാൽ ഒരു വ്യക്തിയുടെ ബാഹ്യ പ്രകടനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. പ്രഭവം എന്നാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്ന ഒരു സാഹചര്യം, അതാണ് സോഴ്സ് ട്രേറ്റ് അഥവാ പ്രഭവ സവിശേഷത എന്ന് പറയുന്നത്.
ഇനി അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം RB കാറ്റലിന്റെ HJ ഐസൻഗിന്റെ തിയറി ഓഫ് ത്രീ ബേസിക് ഡയമെൻഷൻസ് അഥവാ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം, തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻസ് അഥവാ അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ഉപജ്ഞാതാവ് HJ ഐസൻഗ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹം എന്ത് ചെയ്തു? വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ രൂപീകരണത്തിന്റെ 4 ക്രമീകൃത ഘട്ടങ്ങളിലൂടെയാണെന്ന് പറയുന്നു. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത എന്ന് പറയുന്നത് വ്യക്തിത്വ രൂപീകരണത്തിന് 4 ഘട്ടങ്ങൾ: സ്പെസിഫിക് ലെവൽ, ഹാബിച്വൽ ലെവൽ, ട്രേറ്റ് ലെവൽ, ടൈപ്പ് ലെവൽ. അതിൽ ഏറ്റവും താഴത്തെ എന്ന് പറയുന്നത് സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ എന്ന് പറയാം. അതായത് ഇതിലാണ് ഒരു ഉദാഹരണം. എന്നും ജോലിക്ക് പോകുന്ന അച്ഛനെ കാത്ത് അമ്മ വൈകുന്നേരം വാതിക്കൽ വന്ന് നിൽക്കുന്നു. അച്ഛൻ വരുമ്പോൾ അമ്മ ബാഗ് വാങ്ങിച്ച് ഓടിപ്പോയി ചൂടുവെള്ളമോ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നു, ചിരിച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഇത് കാണുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? അച്ഛൻ വരുമ്പോൾ അവനും ചിരിച്ച് കാണിച്ച് അച്ഛനെ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ വീട്ടിലൊരു അതിഥി വരുമ്പോഴും കുട്ടി എന്ത് ചെയ്യുക? അച്ഛനെ എങ്ങനെ വെൽക്കം ചെയ്തോ അതുപോലെ തന്നെ അതിഥികളെയും വെൽക്കം ചെയ്യാൻ ഹാബിച്വൽ ആയിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഹാബിച്വൽ ആയിട്ട് മാറിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ശീലമാക്കി മാറ്റിയ പ്രതികരണങ്ങൾ പിന്നീട് എന്ത് ചെയ്യുന്നു? അവന്റെ ട്രൈറ്റ്, അവന്റെ സവിശേഷത, അവൻ മറ്റുള്ളവരെ കാണുമ്പോൾ ചിരിക്കാനും അവരോട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പെരുമാറാനും പഠിക്കുകയാണ്. അത് അവന്റെ ട്രൈറ്റ് ആയി മാറി. അങ്ങനെ അവൻ ടൈപ്പിലേക്ക് ബഹിർമുഖൻ, അന്തർമുഖനല്ല ബഹിർമുഖൻ, എക്സ്ട്രോവേർട്ട് എന്നൊരു ടൈപ്പിലേക്ക് എത്തുകയാണ്. അപ്പൊ വ്യക്തിത്വത്തിന്റെ ചലനാത്മകത എന്ന് പറയുന്നത് വ്യവഹാര രൂപവത്കരണത്തിന്റെ 4 ക്രമീകൃത ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. സ്പെസിഫിക് റെസ്പോൺസ് ലെവൽ, ഹാബിച്വൽ റെസ്പോൺസ് ലെവൽ, ട്രേറ്റ് ലെവൽ, ടൈപ്പ് ലെവൽ. ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ് ടൈപ്പ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വ്യക്തിത്വ ടൈപ്പുകളെ അന്തർമുഖത്വമെന്നും ബഹിർമുഖത്വമെന്നും മനോരോഗമുള്ളവനെന്നും മനോരോഗമില്ലാത്തവനെന്നും നാഡീരോഗമുള്ളവനെന്നും നാഡീരോഗമില്ലാത്തവനെന്നും തരം തിരിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്, HJ ഐസൻഗ് ആണ്. എന്നാൽ മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും ആദ്യമായി തരം തിരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കാൾ യുങ് ആണ്. വ്യക്തിത്വ ടൈപ്പുകളാണ് ഇദ്ദേഹം. വ്യക്തിത്വത്തെ അന്തർമുഖനെന്നും ബഹിർമുഖനെന്നും 2ആയി തരം തിരിച്ചത് കാൾ യുങ് ആണ്. വ്യക്തിത്വ ടൈപ്പുകളെ കണ്ടുപിടിച്ചത് HJ ഐസൻഗ് ആണ്. അന്തർമുഖൻ, ബഹിർമുഖൻ, നാഡീരോഗമുള്ളവൻ, നാഡീരോഗമില്ലാത്തവൻ, മനോരോഗമുള്ളവൻ, മനോരോഗമില്ലാത്തവൻ എന്നിങ്ങനെ 3ആയി തരം തിരിച്ചത് ഐസൻഗ് ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. കൃത്യമല്ലേ കുഞ്ഞുങ്ങളെ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്നത് മനോവിശ്ലേഷണ സമീപനം എന്ന് പറയുന്നു. മനോവിശ്ലേഷണ സമീപനം ആരുടേതാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലെ. ഫ്രോയിഡിന്റെ ദ ഈഗോ ആൻഡ് ദ ഇദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ്. ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പ്രധാന കൃതികളിൽ പെടുത്തി. ദ ഈഗോ ആൻഡ് ഇദ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്നിവ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൃതികളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മാനസിക അപഗ്രഥനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് പറയാം. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം ഏതാണെന്ന് ചോദിച്ചാൽ അബോധ മനസ്സാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മനുഷ്യ മനസ്സിനെ 3 ഘടനകളാക്കി മാറ്റി. ഇദ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3 ഘടനകളാക്കി മാറ്റി. അതിൽ ഇതെന്ന് പറയുന്നത് മനുഷ്യന് ജന്മസിദ്ധമായി കൂടെ പോരുന്ന, മനുഷ്യൻ ജന്മനാൽ തന്നെ ആനന്ദ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഘടകമാണ്. ഈഗോ എന്നാൽ യാഥാർത്ഥ്യ തത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് പറയാം. യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായ തലമാണ്. ഇനി സൂപ്പർ ഈഗോ എന്നാൽ മൊറാലിറ്റി പ്രിൻസിപ്പിൾ, സാൻമാർഗിക തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അദ്ദേഹം വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തത്തിൽ ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ബോധ മനസ്സ് എന്നാൽ ഒരു വ്യക്തിയുടെ ഇപ്പൊ ഡെയിലി നിത്യേന ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിക്കാനായി ഉപയോഗിക്കുന്നു. ഉപബോധ മനസ്സ് എന്നാൽ പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരേണ്ട എന്നാൽ ശ്രമിക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നതുമായ കാര്യങ്ങൾ. ഇനി അബോധ മനസ്സെന്നാലോ നമ്മളിലെ മാനസിക വേദനകളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ ദമനം ചെയ്യുന്ന സ്ഥലമാണ് അബോധ മനസ്സ് എന്ന അഭിപ്രായം ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി അദ്ദേഹം എന്താണ് മനോലൈംഗിക വികസനത്തെ വധനഘട്ടം, പൃഷ്ഠഘട്ടം, ലൈംഗിക ഘട്ടം, നിലീനഘട്ടം, ലൈംഗിക അവയവഘട്ടം, നിലീനഘട്ടം, ലൈംഗിക ഘട്ടം എന്നിങ്ങനെ തരംതിരിച്ചു. വധനഘട്ടം, പൃഷ്ഠഘട്ടം, ലൈംഗിക അവയവഘട്ടം, നിലീനഘട്ടം, ലൈംഗിക ഘട്ടം എന്നിങ്ങനെ തരംതിരിച്ചു. അതിൽ ഒന്നാമത്തേതാണ് വധനഘട്ടം എന്ന് പറയുന്നത്. വായാണ് ഉദ്ദീപക മേഖല.
ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ് കാലഘട്ടം, അല്ലെങ്കിൽ 1 വയസ്സ് വരെയാണ് കാലഘട്ടം. രണ്ടാമത്തെ പൃഷ്ഠഘട്ടമാണ് മലദ്വാരമാണ് ഉദ്ദീപക മേഖല. മലം പിടിച്ചു വെച്ചും പുറത്തേക്ക് തള്ളിയും കുട്ടി ആനന്ദം കണ്ടെത്തുന്നു. ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കുട്ടിക്ക് നൽകേണ്ട ഘട്ടമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ലൈംഗിക അവയവഘട്ടം 3 മുതൽ 5 വയസ്സ് വരെ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇലക്ട്ര കോംപ്ലക്സ് എന്നിവയുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ കുട്ടികളിൽ ആദ്യമായി ലൈംഗിക വികാരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഘട്ടം. നിലീന ഘട്ടം, യാതൊരു വികാരങ്ങളും ഇല്ലാത്ത ഘട്ടം. നിർലീന ഘട്ടം എന്നും അന്തർലീന ഘട്ടം. പിൽക്കാല ബാല്യമാണ് ഈ ഒരു കാലഘട്ടത്തിന് 6 മുതൽ 12 വയസ്സ് വരെയുള്ള സമയം. ലൈംഗിക ഘട്ടം എന്ന് പറയുന്നത് കൗമാര കാലഘട്ടമാണ്. ഓപ്പോസിറ്റ് സെക്സിനോടുള്ള താല്പര്യമൊക്കെയാണ് ഈ ഒരു ഘട്ടത്തിലെ പ്രത്യേകത എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനിയാണ് അപഗ്രഥന മനഃശാസ്ത്രം. കാൾ യുങ്ങിന്റെ അപഗ്രഥന മനഃശാസ്ത്രം. മാറിപ്പോകരുത്. അപഗ്രഥന മനഃശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് ഇപ്പോഴും ഉത്തരം എഴുതുന്ന കൂട്ടുകാരുണ്ട്, തെറ്റിച്ച് കളയരുത്. അപഗ്രഥന മനഃശാസ്ത്രം കാൾ യുങ്ങിന്റേതാണ് എന്ന് പറയാം. യുങ്ങിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിൽ 3 മൂലകങ്ങൾ ചേർന്നതാണ് ബോധപൂർവമായ അഹം, വൈയക്തികമായ അബോധ മനസ്സ്, സമാഹൃതമായ അബോധ മനസ്സ്. ബോധപൂർവമായ അഹം എന്ന് വെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈഗോയ്ക്ക് സമാനമാണ് ബോധപൂർവമായ അഹം എന്ന് പറയുന്നത്. നമ്മുടെ സ്മരണ, നമ്മുടെ വൈകാരിക അനുഭവങ്ങളെ, ചിന്തനം, അതൊക്കെയായി ബന്ധപ്പെട്ടതാണ് ബോധപൂർവമായ അഹം. വൈയക്തികമായ അബോധ മനസ്സ് എന്നാൽ അടിച്ചമർത്തപ്പെട്ടതും എന്നാൽ ബോധമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് വൈയക്തികമായ അബോധ മനസ്സ്. സമാഹൃതമായ അബോധ മനസ്സ് എന്നാൽ നമ്മളിലെ പ്രാകൃത സ്വഭാവം കാണിക്കുന്നതും നമ്മുടെ ബോധ നിലവാരത്തിൽ എത്തിയിട്ടുമില്ലാത്ത കാര്യങ്ങളാണ് സമാഹൃതമായ അബോധ മനസ്സ്. മനുഷ്യ വ്യക്തിത്വത്തിന്, മൃഗസ്വഭാവത്തെ, മനുഷ്യനിലുള്ള മൃഗസ്വഭാവത്തെ യുങ് വിശേഷിപ്പിച്ചിരിക്കുന്ന നിഴൽ എന്നാണ്. മനുഷ്യനിലെ മൃഗസ്വഭാവത്തെ യുങ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിഴൽ എന്നാണ്. മനുഷ്യ വ്യക്തിത്വത്തെ അന്തർമുഖൻ, ബഹിർമുഖൻ എന്നിങ്ങനെ തരം തിരിച്ചത് കാൾ യുങ് ആണെന്ന് പറയാം. എല്ലാ പുരുഷന്മാരിലും സ്ത്രീ സ്വഭാവം, സ്ത്രീയുടെ അംശം അനിമയും, എല്ലാ സ്ത്രീകളിലും പുരുഷ സ്വഭാവം അനിമസും ഉണ്ട് എന്ന് വാദിച്ചതും ആരാണ്? കാൾ യുങ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ആണ് മാനവികതാവാദം അഥവാ ഹ്യൂമനിസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകുന്നതാണ് മാനവികതാവാദം എന്ന് പറയുന്നത്. മാനവികതാവാദത്തിൽ 2 സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ആത്മ അവബോധ സിദ്ധാന്തം എന്ന് പറയുന്നു. കാൾ റോജേഴ്സിൻ്റെതാണ് ആത്മ അവബോധ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ മികച്ച വ്യക്തിയായി മാറുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി വ്യക്തിയുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ വ്യക്തി കേന്ദ്രീകൃത സമീപനം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വ്യക്തിയുടെ ആത്മനിഷ്ഠമായ നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം, വ്യക്തി കേന്ദ്രീകൃത സമീപനം, അതുപോലെ തന്നെ രോഗിയെ കേന്ദ്രീകരിച്ചുള്ള ചികിത്സ, ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് ഏത്? കാൾ റോജേഴ്സിന്റെ ആത്മാവബോധ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അദ്ദേഹം അതിൽ പറയുന്നത് പ്രധാനമായിട്ടും ആത്മാവബോധം അഥവാ അഹം, നിരുപാധിക സ്നേഹം അഥവാ പരിഗണന, പൂർണ്ണ വ്യക്തിത്വം, ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്നീ ആശയങ്ങളാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അതിൽ ആത്മാവബോധം, അഹം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അയാളുടെ സ്വഭാവത്തെക്കുറിച്ചും കഴിവുകളെക്കുറിച്ചും തൻ്റെതായ ഒരു ധാരണയുണ്ടാവും. അതാണ് ആത്മാവബോധം അഥവാ അഹം എന്ന് പറയുന്നത്. അത് 2 തരമുണ്ട്. ആദർശാത്മകമായ അഹവും യാഥാർത്ഥ്യാത്മകമായ അഹവും. ആദർശാത്മകമായ അഹം എന്ന് വെച്ചാൽ ദ ഐഡിയൽ സെൽഫ്, ഞാൻ ആരായി തീരണം എന്നാണോ ആഗ്രഹിക്കുന്നത് അതാണ് ആദർശാത്മകമായ അഹം. യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ആരാണോ അതാണ് യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം. ഇനി നിരുപാധിക സ്നേഹം എന്ന് വെച്ചാൽ എന്താണ്? പരിഗണന, തുറന്ന സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് ശരിയായ വ്യക്തിത്വ സ്ഥാപനത്തിനും ആത്മസാക്ഷാത്കാരത്തിനും സാധ്യമാകുമെന്ന് പറയുന്നു. സഹജമായ കഴിവുകൾ ഉൾപ്പെടുത്തി നിരന്തരം പ്രവർത്തന നിരതനായ ഒരു വ്യക്തി പൂർണ്ണ വ്യക്തിത്വത്തിൽ എത്തിച്ചേരുമെന്നാണ് പൂർണ്ണ വ്യക്തിത്വം പറയുന്നത്. ഉദ്ഗ്രഥിത വ്യക്തിത്വം എന്നാൽ പരിസ്ഥിതിയുമായി പൂർണ്ണമായ രീതിയിൽ സമായോജനം കൈവരിക്കാനുള്ള വ്യക്തിയുടെ പ്രേരണ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ആത്മയാഥാർത്ഥ്യവത്കരണം എബ്രഹാം മാസ്ലോവിൻ്റെതാണ്. ആവശ്യങ്ങളുടെ ശ്രേണിയാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ്? അബ്രഹാം മാസ്ലോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണി. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം എന്നും സ്വത്ത് സാക്ഷാത്കാര സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നത് എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വ്യക്തിത്വ മാപനം. വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന ചോദ്യാവലി, ഇൻവെന്ററി, വിക്ഷേപണ തന്ത്രങ്ങൾ എന്നിവയാണ്.
ചോദ്യാവലി എന്നാൽ എല്ലാ വിധത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇൻവെന്ററി എന്നാൽ വ്യക്തിത്വത്തെ പറ്റിയും വ്യക്തിത്വ സവിശേഷതകളെ പറ്റിയും അളക്കാൻ ഉപയോഗിക്കുന്നവയാണ് ഇൻവെന്ററി എന്നറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഇൻവെന്ററികളാണ് പേഴ്സണൽ ഡേറ്റ ഷീറ്റ്, മിന്നസോട്ട മൾട്ടിബാസിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, അസെൻഡൻസ് സബ്മിഷൻ റിയാക്ഷൻ സ്റ്റഡി ASRS ആൻഡ് ഐസെങ്ക് പേഴ്സണാലിറ്റി ഇൻവെന്ററി. അതൊന്ന് നോക്കണം കേട്ടോ. വ്യക്തിത്വം ഇന്നത്തെ ദിവസം ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു 1.5 മണിക്കൂർ ഇരുന്ന് വ്യക്തിത്വം പഠിക്കണം. പിന്നെ നമുക്ക് റിവിഷന്റെ തലേ ദിവസമാണ് വ്യക്തിത്വം 1 നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ലൈവ് എപ്പം റെക്കോർഡഡ് എപ്പം കാണുന്നോ അപ്പൊ ആ വ്യക്തിത്വത്തിന് നോട്ട് വെച്ചുകൊണ്ട് വേണം ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഇനി ഇൻവെന്ററി വിക്ഷേപണ തന്ത്രങ്ങൾ, ഒരു വ്യക്തിയുടെ അബോധ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവയാണ് വിക്ഷേപണ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? റോഷ-കിംഗ്-ബ്ലോട്ട് ടെസ്റ്റ്. ഈ റോഷ-കിംഗ്-ബ്ലോട്ട് ടെസ്റ്റ് ആണ് വിക്ഷേപണ തന്ത്രത്തിലെ കാരണവർ സ്ഥാനം വഹിക്കുന്നത്. അല്ലെ, വിക്ഷേപണ തന്ത്രത്തിലെ കാരണവർ ആരാണെന്ന് ചോദിച്ചാൽ റോഷ-കിംഗ്-ബ്ലോട്ട് ടെസ്റ്റ് ആണെന്ന് പറയും. റോഷ-കിംഗ്-ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ വക്താക്കളൊക്കെ ആയിട്ട് ഞാനൊരു ക്ലാസ്സും കൂടെ എടുത്തു തരാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ നമ്മൾ മിസ് ഇനി വരുന്നില്ലല്ലോ എന്നൊന്ന് കമന്റ് ഒന്നും ഇട്ടേക്കരുത്, പഠിച്ചു പോകാം. ലാസ്റ്റ് ക്ലാസ് പഠിച്ചെങ്കിൽ ഓക്കെ എന്ന് ഇടണം. പിന്നെ സൈലത്തിന്റെ ടീച്ചിങ് എക്സാംസിന്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഓൾറെഡി പറയാറുണ്ട്. സൈലത്തിന്റെ ടീച്ചിങ് എക്സാംസിന്റെ യൂട്യൂബ് ചാനലിൽ 30 മിനിറ്റ് കൊണ്ട് 75 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്പാക്കി കഴിഞ്ഞു. മാക്സിമം ആ ക്ലാസ്സും കൂടി ആ ഒരു ഇതും കൂടെ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഓഡിയബിൾ ആയിട്ട് കേട്ടാൽ മതി. അതായത് വെറുതെ നമ്മൾ പണിയെടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഓഡിയോ ആയിട്ട് ഒന്ന് കേൾക്കുക. ഇത്തിരി സ്പീഡ് കൂട്ടി വെച്ച് എപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ സ്പീഡ് കൂട്ടി വെച്ച് ഇപ്പം നോട്ട് പഠിക്കുമ്പോഴും സ്പീഡ് കൂട്ടി വെച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അത് ഓഡിയബിൾ ആണ്. 75 ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ അതും കൂടെ പഠിക്കുക. അതോടൊപ്പം തന്നെ ചാപ്റ്ററുകളും കൂടെ അനാലിസിസ് ചെയ്യുക. സൈക്കോളജി ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം സൈക്കോളജി ഇമ്പോർട്ടന്റ് ഏരിയ ആണെന്നുള്ളത്. 20 മാർക്കിനാണ്, വിട്ട് കളയരുത്. അക്ഷീണ പരിശ്രമിക്കുവാണെങ്കിൽ നമുക്കൊരു 19-20 മാർക്ക് അല്ലെങ്കിൽ ഒരു 18-19 മാർക്കൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. നന്നായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. വീഡിയോയുമായി ഇനിയും വരാം. തിരക്കായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് വന്നു പോകുന്നത്. നിങ്ങളെ മറന്നിട്ടില്ല. മറക്കുകയാണെങ്കിൽ ഞാൻ വരില്ലല്ലോ, മറക്കില്ല, ഒരിക്കലും മറക്കില്ല. ആ ടോപ്പിക്കുകളൊക്കെ ഞാൻ തരുന്ന ടോപ്പിക്കുകളൊക്കെ ഒന്ന് വ്യക്തിത്വം എന്തായാലും വരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോൾ ആലോചിച്ച് വ്യക്തിത്വം അങ്ങ് എടുത്താലോ എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വ്യക്തിത്വം എടുത്തത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കട്ടെ മക്കളെ. അടുത്ത ദിവസം ബുദ്ധിയുമായി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സൈലത്തിലൂടെ തന്നെ, സൈലത്തിന്റെ ടീച്ചിങ് ചാനലിലൂടെ തന്നെ കണ്ടു പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു സോ മച്ച്.